പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനാണ്. സോ പ്രോബബിലിറ്റിക്ക് മെയിൻലി 3 തരത്തിലാണ് ഡെഫിനിഷൻസ് ഉള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ അഥവാ വോൺ മൈസസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. മൂന്നാമത്തത് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, അതിൽ ആദ്യത്തത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. സോ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് ഉണ്ട് എന്ന് വയ്ക്കുക. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ റാൻഡം എക്സ്പെരിമെൻറ്റിന് ടോട്ടലായിട്ട് n ഔട്ട്കംസ് ഉണ്ട് അല്ലെങ്കിൽ n റിസൾട്ട്സ് ഉണ്ട്. ദാറ്റ് ഈസ് സാമ്പിൾ സ്പേസിൽ n എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ, ഓക്കെ, ടോട്ടൽ n എലമെൻറ്റ്സ് സാമ്പിൾ സ്പേസിലുണ്ട് അല്ലെങ്കിൽ റാൻഡം എക്സ്പെരിമെൻറ്റിന് n ഔട്ട്കംസ് ഉണ്ട് എങ്കിൽ അതിൽ എല്ലാ ഔട്ട്കംസുകളും തന്നെ എന്തായിരിക്കണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒന്നിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കണം. ആൻഡ് ഈക്വലി ലൈക്ലി ആയിരിക്കണം. എല്ലാത്തിനും ഒക്കർ ചെയ്യാൻ ഒരേ ചാൻസസ് ഉള്ളതായിരിക്കണം. അങ്ങനെയുള്ള ആൻഡ് എക്സോസ്റ്റീവും ആയിരിക്കണം. എക്സോസ്റ്റീവ് മീൻസ് എല്ലാ ഔട്ട്കമ്മും കൂടെ ചേരുമ്പോൾ ഒരു സാമ്പിൾ സ്പേസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഈ മൂന്നുമായിട്ടുള്ള n ഔട്ട്കംസ് ഉള്ള ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിൽ m ഔട്ട്കംസ് നമ്മളുടെ ഒരു ഇവൻറ്റിന് ഫേവറബിളാണ്. ഫേവറബിൾ എന്ന് വെച്ചാൽ ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ ആ m ഔട്ട്കംസിൽ ഏതെങ്കിലും ഹാപ്പൻ ചെയ്യണം എങ്കിൽ നമ്മൾ പറയും ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ ഫേവറബിൾ ഇവൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ദാറ്റ് ഈസ് m ഡിവൈഡഡ് ബൈ n. Okay, that is, if a trial results in n exhaustive, mutually exclusive and equally likely cases, these are the outcomes of n outcomes of a random experiment. Out of n, m are favorable to a particular event E, then the probability of E is defined as m by n. ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇറ്റ് ഇസ് നമ്മളൊരു ഡൈ റോൾ ചെയ്യാണ് എങ്കിൽ, നമ്മളൊരു ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ സാമ്പിൾ സ്പേസിൽ 1 2 3 4 5 6 ഇത്ര എലമെൻറ്റ്സ് ഉണ്ട്. അതായത് n = 6 ഉണ്ട്. ഡൈയുടെ പ്രത്യേകത എക്സോസ്റ്റീവാണ്. ഔട്ട്കംസ് എല്ലാം എക്സോസ്റ്റീവാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവാണ് ആൻഡ് പിന്നെ എക്സോസ്റ്റീവാണ് ആൻഡ് ഈക്വലി ലൈക്ലിയുമാണ്. ഇനി നമ്മളൊരു ഇവൻറ്റ് E കൺസിഡർ ചെയ്യുന്നു. ഈയുടെ പ്രത്യേകത ഡൈ ഗെറ്റ്സ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ഈയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഗ്രേറ്റർ ദാൻ 4? അപ്പോൾ 5ഉം 6. അപ്പോൾ ഈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ്. സോ P ഓഫ് E ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? 2/6. ഓക്കെ, സോ അടുത്തൊരു ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 കോയിൻസ് ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 കോയിൻസ് ടോസ് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചു എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. 3 കോയിൻ അല്ല, 1 സിംഗിൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ 2/3. ഓക്കെ, ആൻഡ് അതിലൊരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ ഒരു ഹെഡ് കിട്ടാനുള്ള കേസസ് എത്ര എണ്ണം വരും? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 7 വരും. 7/8. ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 കോയിനാണ്. സോ 1 കോയിൻ ആകുമ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. സോ n എന്ന് പറഞ്ഞാൽ 2 ആൻഡ് നമ്മൾ ഹെഡ് കിട്ടുന്നതാണെങ്കിൽ അത് 1 ആണ്. സോ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, ദാറ്റ് ഈസ് ഇതൊരു എസ്സേ ആണ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റീസ്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ആൻഡ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലാസിക്കൽ ഡെഫിനിഷൻ? അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആൻഡ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് വൺ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വാട്ട് വിൽ ബി ദ അഡ്വാൻറ്റേജ്? ഏതൊരു സാധാരണ മനുഷ്യന് ഇതൊരു ചിത്രകാരൻ്റെ ഭാവനയിൽ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെ
ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവുന്ന ഒരു ഡെഫിനിഷനാണ് എന്ത് ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഈസ് വെരി സിമ്പിൾ. സോ അത് തന്നെയാണ് അതിൻ്റെ എന്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈക്വലി ലൈക്ക്ലി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഒരു ഇവൻറ്റ് ഈക്വലി ലൈക്ക്ലി ആവണം എന്നറിയണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി അറിയണം. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി അറിയാതെ തന്നെ ഡെഫിനിഷനിൽ തന്നെ പ്രോബബിലിറ്റി കൺസെപ്റ്റ് യൂസ് ചെയ്തേക്കുന്നു. പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒന്നും എന്തല്ല, നമ്മളീ പറയുന്ന കുഞ്ഞു നമ്മുടെ ഇമാജിനറി ഇവൻറ്റുകൾ എക്സ്പെരിമെൻറ്റ്സ് അല്ലാതെ റിയൽ ലൈഫ് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും സാമ്പിൾ സ്പേസ് എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റുന്നതായിരിക്കത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം എന്തായിരിക്കും, ഈ ഡെഫിനിഷൻ ഫെയിൽ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇവൻറ്റുകളും എക്സോസ്റ്റീവ് ആണോ എന്നൊന്നും നമുക്ക് പർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഇതെല്ലാം ക്ലാസിക്കൽ ഡെഫിനിഷൻ്റെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി സെക്കൻഡ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വോൺ മൈസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയും, എംപെരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും, ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് കൺസിഡർ ചെയ്യുന്നു. ആ എക്സ്പെരിമെൻറ്റിൽ ഒരു ഇവൻ്റ് ഉണ്ട്, ഈ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ പറയുകയാണ് എക്സ്പെരിമെൻറ്റിനെ നമ്മൾ മറ്റേടത്ത് എൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് ആയിരുന്നു എങ്കിൽ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു. എൻ ഈസ് ദ നമ്പർ ഓഫ് റെപ്പറ്റീഷൻ ഓഫ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ലെറ്റ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് എൻ ടൈംസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ. അപ്പോൾ ഒരു റെപ്പറ്റീഷനിൽ നമ്മളുടെ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാം, ഹാപ്പൻ ചെയ്യാതിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവൻറ്റ് എന്ന് പറയുന്നത് എം ടൈംസിൽ ഹാപ്പൻ ചെയ്യുന്നു. ഇപ്പോൾ 10 പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്താൽ 5 പ്രാവശ്യം നമുക്ക് ഫേവറബിളായിട്ടുള്ള ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 15 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ 7 പ്രാവശ്യം എന്ത് കിട്ടി, ഹെഡ് കിട്ടി എന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ ഒരു എക്സ്പെരിമെൻറ്റ് എൻ ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ എം ടൈംസ് നമ്മുടെ ഇവൻറ്റ് കിട്ടി എങ്കിൽ ആ എം ബൈ എന്നിനെ, അതായത് 7/15 നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ഇവൻറ്റ് ഇ. ഇനി എന്താണ് ഈ വോൺ മൈസസ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ ഈ റിലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ഒന്നുമില്ല, വെൻ ദിസ് റിലേറ്റീവ് ഫ്രീക്വൻസി ഷോസ് എ ടെൻഡൻസി ടു ബിക്കം more and more stable as the number of repetition increases and approaches to a fixed number. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഫ്രീക്വൻസി റേഷ്യോ അഥവാ എം ബൈ എന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ കൂടുന്നതിനനുസരിച്ച് എം ബൈ എൻ സ്റ്റേബിൾ ആവുകയും അതൊരു ഫിക്സഡ് നമ്പറിലേക്ക് ടെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ആ പ്രത്യേകത, ദാറ്റ് ഈസ് ഫ്രീക്വൻസി റേഷ്യോയുടെ ആ പ്രത്യേകത, ദാറ്റ് ഈസ് ദ ടെൻഡൻസി ടു സ്റ്റെബിലിറ്റി ഓഫ് എ ഫ്രീക്വൻസി റേഷ്യോ ഈസ് നോൺ ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. എന്താണ്? ദ ടെൻഡൻസി ഓഫ് ഫ്രീക്വൻസി റേഷ്യോ ടു അപ്രോച്ച് എ ഫിക്സഡ് നമ്പർ ടു ബിക്കം മോർ ആൻഡ് മോർ സ്റ്റേബിൾ. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. സോ വോൺ മൈസസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ലിമിറ്റായിരിക്കും ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മീൻസ് ഇത്രയേ ഉള്ളൂ, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അഥവാ n എത്രയും ലാർജ് ആവാമോ അത്രയും ലാർജ് ആവുമ്പോൾ
ഓക്കെ, ഇഫ് ദിസ് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് trials be repeated a greater number of times, the trials be repeated a greater number of times under same conditions, then the limit of the frequency ratio, അല്ലെങ്കിൽ the limit of the ratio of number of times that event happens to the total number of repetitions, okay, repetitions, as the number of trials increases indefinitely is called the probability of happening the event. That is, mathematically എഴുതി കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്, പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എം ബൈ എൻ എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയെന്ന അർത്ഥം എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ. ഇനി ഒരു എക്സാമ്പിളായിട്ട് ഡിസ്കസ് ചെയ്താൽ, നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത കോയിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും. സോ ഞാൻ പറഞ്ഞു, കോയിൻ ടോസ് ചെയ്താൽ 7 ടൈംസ് സക്സസ്സും 7 ടൈംസ് സക്സസ്, 15 ടൈംസ് ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അത് 7 സക്സസ് കിട്ടിയെങ്കിൽ നമ്മൾ പറയും, അപ്പോൾ 7/15 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.467 എന്ന് കിട്ടും. ഓക്കെ, 0.467 എന്ന് കിട്ടും. ഇനി ഞാൻ ആ എക്സ്പെരിമെൻറ്റ് തന്നെ 35 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 15 എന്നുള്ളതിൻ്റെ നേരെ ഇരട്ടി 30 ടൈംസ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം 14 കിട്ടി. ദാറ്റ് ഈസ് 7ൻ്റെ ഇരട്ടിയായിട്ട് 14 കിട്ടിയാൽ 14/30 എത്ര വരും? അതും 0.467 വരും അല്ലേ? സോ അത് അങ്ങോട്ട് കൂടും തോറും, ഇനി 30 എന്നുള്ളത് 60 ആയി, 28/60, എന്നാലും എത്ര തന്നെ വരും? 0.467 സംതിങ് വരും. ദാറ്റ് മീൻസ് അറൗണ്ട് 0.5. സോ എത്രയാണോ എന്നിൻ്റെ വാല്യൂ കൂടുന്നത് അതിനനുസരിച്ച് ഇത് കൂടുതൽ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ആ ഒരു ടെൻഡൻസിയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി നമ്മൾ പറയുമ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? ഒന്നുമില്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും. ആൻഡ് എന്താണ്, ഇത് ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റൽ ഇതാണ്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എന്താണ് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വലിയ എലാബറേറ്റ് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ഒരു അസംഷൻസ്, ഈക്വലി ലൈക്ലി അസംഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. വേറാസ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒറ്റയല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലിമിറ്റേഷൻസാണ്. ഒന്ന്, ഇതൊരു ഇമാജിനറി മെത്തേഡാണ്, ക്യാനോട്ട് ബി അപ്ലൈഡ്. ദാറ്റ് ഈസ്, ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രയും വലുതാക്കുക, ഇൻഫിനിറ്റി ടൈംസ് ടോസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യില്ല, നടക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സ്പെരിമെൻറ്റ് സെയിം കണ്ടീഷനെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? ഇറ്റ് വാസ് നോട്ട് എ പ്രാക്ടിക്കൽ വൺ. ശരിയല്ലേ? രാവിലത്തെ ടെമ്പറേച്ചറും ഇതൊന്നും ആയിരിക്കത്തില്ല വൈകുന്നേരം. സോ എക്സ്പെരിമെൻറ്റ് സെയിം കണ്ടീഷനെ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നതും ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് പ്രോബബിലിറ്റി മെഷർ അഥവാ മെഷർ തിയററ്റിക് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി. മെഷർ തിയററ്റിക് അപ്രോച്ച് ഓഫ് പ്രോബബിലിറ്റി അഥവാ നമ്മളതിനെ പറയുന്ന പേര് ആക്സിയമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്നാണ്. ആക്സിയമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇതിൽ നമ്മൾ ഒരു സാമ്പിൾ സ്പേസ് എസ് ഡിഫൈൻ ചെയ്താൽ പി എന്ന് പറയുന്നത് ഒരു എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നറിയോ? ഫങ്ഷൻ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്തവരോ മീൻസ് ഫങ്ഷൻ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ വേറൊരു ചെറിയ വീഡിയോ ഷെയർ ചെയ്ത് തരാം. ആ വീഡിയോ നോക്കണം. ഓക്കെ, സോ പി ഈസ് എ ഫങ്ഷനാണ്. ഓക്കെ, ആൻഡ് ഡിഫൈൻഡ് ഓൺ ദ സബ്സെറ്റ് ഓഫ് എസ്. എസിൻ്റെ സബ്സെറ്റുകളിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു ഫങ്ഷനാണ് എന്ത്? പി. ഓക്കെ, പി ഈസ് കോൾഡ് എ പ്രോബബിലിറ്റി ഫങ്ഷൻ എന്ന് പറയണമെങ്കിൽ പി 3 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, പി
3 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, പി ഓഫ് എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പി ഓഫ് എ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, പി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആക്സിയം 2 എന്ന് പറയുന്നത് പി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ സ്പേസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇനി മൂന്നാമത്തെ ആക്സിയം പറയുന്നത് പി ഓഫ് A1 യൂണിയൻ A2, ദറ്റ് ഈസ് A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങളുടെ രണ്ടെണ്ണം ഉണ്ടെന്ന് വയ്ക്കുക. A1 യൂണിയൻ A2, അതിനെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ A1ഉം A2ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എങ്കിൽ പി ഓഫ് A1 യൂണിയൻ A2വിനെ നമുക്ക് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 എന്ന് എഴുതാൻ പറ്റണം. Okay, if A1 A2 are mutually exclusive events, then P of A1 A2 നമുക്ക് P of A1 plus P of A2 എന്ന് എഴുതാൻ പറ്റണം. ഈ 3 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന എ റിയൽ വാല്യൂഡ്, ടോട്ടലി അഡിറ്റീവ്, നോൺ നെഗറ്റീവ് സെറ്റ് ഫങ്ഷനാണ് എന്ത്? പ്രോബബിലിറ്റി. ഓക്കെ, എ റിയൽ വാല്യൂഡ്, നോൺ നെഗറ്റീവ്, ടോട്ടലി അഡിറ്റീവ് സെറ്റ് ഫങ്ഷൻ. എന്താണ് റിയൽ വാല്യൂയുടെ ഫങ്ഷൻ എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷമുള്ളതാണ് ഞാൻ പറയുന്നത്. റിയൽ വാല്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻ്റെ വാല്യൂ, ദറ്റ് ഈസ് നിങ്ങൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതിയാൽ എക്സ് സ്ക്വയറിന് കിട്ടുന്ന വാല്യൂസ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ വാല്യൂഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ നെഗറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ നെഗറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ദറ്റ് ഈസ് എക്സ് സ്ക്വയർ തന്നെ. പക്ഷേ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തല്ല? നോൺ നെഗറ്റീവ് അല്ല. കാരണം എക്സിൻ്റെ വാല്യൂ പിന്നെ എക്സിൻ്റെ വാല്യൂ 0 വന്നാൽ അത് എന്താവും? നെഗറ്റീവ് ആവും. എക്സിൻ്റെ വാല്യൂ എക്സ് മൈനസ് 1 എന്ന് എടുക്കുമ്പോൾ 0 മൈനസ് 1 വരും. അപ്പോൾ അത് നെഗറ്റീവ് ആവും. സോ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫങ്ഷൻ്റെ വാല്യൂ 0യിൽ താഴെ പോകാൻ പാടില്ല. ഇനി ടോട്ടലി അഡിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സിയം 3യിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബിയെ നമുക്ക് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, വേറെ എയും ബിയും എന്തായിരിക്കണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടോട്ടലി അഡിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഫങ്ഷനാണ് എന്ത്? പ്രോബബിലിറ്റി സാറ്റിസ്ഫൈങ് ദീസ് 3 ആക്സിയംസ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കുള്ള ഇനി വാട്ട് ആർ ഇറ്റ്സ്, ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇതിൽ ഡെഫിനിഷൻ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ വാട്ട് ആർ ഇസ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഒരു ചെറിയ വർക്കാണ്, ഫൈൻഡ് ഔട്ട് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ആക്സിയമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഓക്കെ, സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതങ്ങനെ വെച്ച് പ്രിപ്പയർ ചെയ്യുക. സോ ഒന്നുകൂടെ പറയാം, നമുക്ക് 3 ഡെഫിനിഷൻസാണ് പ്രോബബിലിറ്റിക്കുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വോൺ മൈസസ് ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനിഷൻ, അല്ലെങ്കിൽ എംപിരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആക്സിയമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇനി ആക്സിയമാറ്റിക് ഡെഫിനിഷനിൽ എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് തന്നെ എടുക്കാം. ഞാനൊരു ഫങ്ഷൻ പി ഓഫ് എ ഈസ് ഡിഫൈൻഡ് ആസ് x equal to a is equal to 1/2 if x equal to 0 and 1. ഒരു ഫങ്ഷനാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 വെൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് 1. ഓക്കെ, അവിടുത്തെ പ്രത്യേകത നോക്കിയേ. എൻ്റെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0, ദറ്റ് ഈസ് A1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0യും, അല്ലെങ്കിൽ A1 എന്ന് പറയുന്നത് എക്സ് 0യും, A2 എന്ന് പറയുന്നത് 1ഉമാണ്. അപ്പോൾ പി ഓഫ് A1 യൂണിയൻ A2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 അല്ലേ വരുന്നത്? നോക്കി. ആൻഡ് പി ഓഫ് എ സാമ്പിൾ സ്പേസ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 1 ആയിരിക്കും. ആൻഡ് പി ഓഫ് എ രണ്ടും വാല്യൂ 1/2 ആണ്, അതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും.
ഓക്കെ, സോ പ്ലീസ് പ്രിപ്പയർ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദ 3 ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, സോ 3 ഡെഫിനിഷൻ, 3ൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്.